പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, മോള് പുറത്തു പോയി അടി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പയ്യന്മാരുമായിട്ട് അടുപ്പത്തിലായോ എങ്കിൽ പിന്നെ നീ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കാണാം, അല്ലാതെ മോളൊന്ന് പുറത്തു പോയതിന് ഇങ്ങനെ തല്ലുന്നൊന്നും ശരിയല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് കനക ദേഷ്യപ്പെട്ടുകൊണ്ട് നന്ദുവിനോട് അവിടെ നിന്ന് പോകാനായിട്ട് പറയാണ്. അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് മക്കളുടെ ജീവിതം തുലാസിലാണ്, ഇനിയിപ്പോൾ അവളെ നമ്മുടെ അരികിലുള്ളൂ എന്നൊക്കെ പറയാണ് കേട്ടോ. അത് പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, 3 പെൺകുട്ടികളാകുമ്പോൾ അവരാരും നമ്മുടെ കൂടെ എന്നും കാണില്ല, എന്നായാലും വീട് വിട്ട് പോയല്ലേ പറ്റുള്ളൂ, നമുക്ക് നന്ദുവിൻ്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്താം എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദന് അതങ്ങ് പറ്റുന്നില്ല കേട്ടോ. എന്തിന് ഇങ്ങനെ പെട്ടെന്ന് നടത്തുന്നത്, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവളുടെ പഠിത്തമൊക്കെ തീരാറായല്ലോ, ഇനി നമുക്ക് അതൊന്നും വേണ്ട, സ്വത്തും പത്രാസും ഒന്നും വേണ്ട, നമുക്ക് പറ്റുന്ന ഒരു പയ്യനെ കണ്ടുപിടിച്ചാൽ മതി, അവളെ നോക്കാൻ കഴിവുള്ള ഒരു പയ്യനെ എന്നൊക്കെ പറയാനുണ്ട്. അപ്പം ഇത്ര പെട്ടെന്ന് എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്ര പെട്ടെന്നൊന്നുമല്ല, അവൾക്ക് 20 വയസ്സായില്ലേ എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ ഒരു സംശയമാണ്, എന്താ പെട്ടെന്ന് കനക അങ്ങനെ പറയുന്നത് എന്നുള്ളത്. പിന്നീട് നയന ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി സങ്കടപ്പെട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ വലിയ വിഷമമെന്ന്. വിഷമത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ എന്ന് പറയും അനി. അതെന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അനിയുടെ ഏട്ടനോട്, ആദർശേട്ടനോട് സൂചിപ്പിച്ചതാണ്. മുത്തശ്ശൻ അനാമികയുടെ അച്ഛന് വാക്ക് കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നതെന്ന് പറയും. അപ്പോൾ അനാമികയായിട്ട് ഇങ്ങനെ സ്നേഹമില്ല എന്നുള്ളൊരു കാര്യം അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പം അന്ന് ഇങ്ങനെ അവൾ ഇങ്ങനെ ലവ് ലെറ്റർ തന്നപ്പോൾ അത് 2 കൈയും നീട്ടി സ്വീകരിച്ചതോ, അത് മാത്രമല്ല അവളുമായിട്ട് പുറത്ത് ചുറ്റി കറങ്ങിയതോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, അതെൻ്റെ ആരാധിക ആണെന്ന് അറിഞ്ഞ സമയത്ത് അവൾ ആരാന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറയുകയാണ്. അപ്പോൾ അനി സ്നേഹിക്കുന്ന ആ പെൺകുട്ടി ഇങ്ങനെ അനിയുടെ വിവാഹം ഉറപ്പിച്ച കാര്യം അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ അറിഞ്ഞു കാണുമെന്ന് പറയണം. അപ്പം നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവൾ അത് അറിഞ്ഞു കാണുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ അവൾ ഏട്ടത്തീനെ പോലെ നല്ലൊരു കുട്ടിയാണ്, അവൾ ഈ വീട്ടിലേക്ക് വന്നാൽ ഏട്ടത്തിക്ക് വലിയൊരു സഹായമായി എന്ന് പറയുന്നുണ്ട്. എൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് ഇനി ആരെയും ഇങ്ങനെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവരണ്ട, എൻ്റെ ഇത് ഏതായാലും ഞാനിതുമായിട്ട് പൊരുത്തപ്പെട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് നിങ്ങൾ കടുത്ത പ്രേമമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. അപ്പം എന്തായാലും ഇപ്പോൾ അനീനെ മറക്കാനൊന്നും ആ പെൺകുട്ടിക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, എനിക്കതിന് പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ഞാൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, നമ്മളിങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പലതും ത്യജിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ കാര്യം തന്നെ നോക്ക്, കല്യാണം കഴിഞ്ഞ ശേഷം പലതും ഞാൻ മനസ്സിലടക്കി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം എന്തായാലും എനിക്കിങ്ങനെ കുട്ടീനെ മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അനി സങ്കടത്തോടു കൂടി അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ നൈനിയാണെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരുന്നു, ആരായിരിക്കും ആ പെൺകുട്ടി, എന്തായാലും ആ കുട്ടി ഒരു ഭാഗ്യദോഷിയാണ്, അല്ലെങ്കിൽ അനീനെ പോലെ ഒരു ചെറുപ്പക്കാരനെ എന്തായാലും അവൾക്ക് കിട്ടുമല്ലോ എന്നിങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നവ്യാണെങ്കിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാദലിൻ്റെ അവിടെ അബി ഇങ്ങനെ അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നവ്യ അവിടെ നിന്ന് മാറുന്ന സമയത്ത് അവിടെ ഫ്ലവർ വേഴ്സിൽ എന്തോ ഒരു ക്യാമറ കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അബി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഇനി മുറിയിൽ എന്ത് നടന്നാലും എനിക്ക് എൻ്റെ മൊബൈലിൽ കാണാൻ പറ്റും, കള്ളം പറഞ്ഞ് കയറിയവളെ ഇങ്ങനെ അത് വെച്ചിട്ട് തന്നെ പുറത്താക്കണം, അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും എന്നൊക്കെ മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് കനകയാണെങ്കിൽ നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അപ്പം നന്ദുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഫോണൊന്നും എടുക്കുന്നില്ല കേട്ടോ നന്ദു. അപ്പം അതിൻ്റെ ഒരു സങ്കടം കൂടെ ഉണ്ട്. ഇങ്ങനെ നന്ദുവിനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടിച്ചിട്ടുള്ളത് എന്നൊക്കെ കനക മനസ്സിൽ ഓർക്കുന്നുണ്ട്. അതിനുശേഷം നയനേനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞാലോ എന്നോർത്ത് നയനേനെ വിളിക്കുകയാണ്. അപ്പം നയനേനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മോളെ നിന്നെ നന്ദു എങ്ങാനും വിളിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഇല്ല എന്ന് പറയും. അപ്പം എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിവിടെ ചെറിയൊരു വഴക്കുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ല, അവളോട് പറഞ്ഞാലോ എന്നുള്ളൊരു ചിന്തയ്ക്ക് കനകയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത് ആ പിണക്കത്തിൽ മാറി നിൽക്കുകയായിരിക്കും, അവൾ കുറച്ച് കഴിയുമ്പോൾ വരും ഒക്കെ നയനയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ സംസാരിച്ച് നയനയോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്നിങ്ങനെ കനക മനസ്സിൽ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഹലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ, കനകൊന്നും പറയാത്തതുകൊണ്ട് തന്നെ നയന. അപ്പോഴാണ് നന്ദു കയറി വരുന്നത്. അപ്പോൾ തന്നെ കനക പറയുന്നുണ്ട്, മോളെ അവൾ വന്നിട്ടുണ്ട്, അമ്മ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നീട് നന്ദു അങ്ങ് അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് കനക നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദൂട്ട അമ്മ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാൻ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും ഇങ്ങനെ കനക ഇങ്ങനെ കുറേ അടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് അത് പറയുന്നുണ്ടായിരുന്നു നന്ദുവിനോട്, മോളതൊന്നും മനസ്സിൽ വെക്കരുത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാനെന്തിനാ അമ്മേനോട് പിണങ്ങി വീട് വിട്ട് പോകുന്നത്, ഇങ്ങനെ ഞാൻ ചെയ്തത് തെറ്റല്ലേ, അത് ഇങ്ങനെ അതുകൊണ്ടല്ലേ അമ്മ അടിച്ചതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചൊക്കെ കരയൊക്കെ ചെയ്യുകയാണ്. പിന്നീട് ഇങ്ങനെ മോൾക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്കും അറിയില്ല, എൻ്റെ സുഹൃത്തുക്കളെല്ലാം ആൺസുഹൃത്തുക്കളാണ്, അവരോടൊപ്പം ഞാൻ രാത്രിയും പകലും ഒക്കെ കറങ്ങിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആരോടും ഇങ്ങനെ ഒരു സ്നേഹമൊന്നും തോന്നിയിട്ടില്ല,
അനിയനോടല്ലാതെ എന്ന് പറയാണ്. അനി എപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് കയറിയതെന്ന് എനിക്കും അറിയില്ല അമ്മയെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് മോൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എനിക്കും മോളോട് ഇങ്ങനെ സ്നേഹമുണ്ടെന്ന് അമ്മയ്ക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നന്ദു അത് പറയുന്നുണ്ടായിരുന്നു, എനിക്കും തോന്നിയിട്ടുണ്ടെന്ന്. അപ്പോൾ അനീനെ മറക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അതിന് തന്നെയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. എന്തായാലും എല്ലാം ശരിയാവും കുറച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് നന്ദു സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. കനകയ്ക്കാണെങ്കിലും ആ സമയത്ത് ഭയങ്കര സങ്കടമുണ്ട്, ഭയങ്കരമായിട്ട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമിക അനീനെ കാത്തിരിക്കാവും. അപ്പം അനി കുറച്ച് നേരം വൈകിട്ടാണ് വരുന്നത്. അപ്പോൾ നീ കുറച്ചുകൂടി നേരത്തെ വരികയായിരുന്നെങ്കിൽ നിനക്ക് ഒരാളെ കാണാമായിരുന്നു എന്ന് പറയണ്ട. അപ്പോൾ ആരാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നന്ദു ആണെന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് ഒരു താല്പര്യം വരുന്ന പോലെ അങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവളെന്താ പറഞ്ഞ് അവളിവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളെക്കുറിച്ച് അറിയാൻ നിനക്ക് വലിയ ആകാംക്ഷയാണല്ലോ എന്നൊക്കെ അനാമിക ഇങ്ങനെ ഇഷ്ടമില്ലാതെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ അധികമൊന്നും സംസാരിച്ചില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല എന്ന് അനി പറയുമ്പോൾ അതിൻ്റെ കാരണമൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് അനാമിക ഇങ്ങനെ ഫ്രണ്ട്സിനെ കുറിച്ചും ഒക്കെ എന്നെ കുറച്ച് അകന്ന് നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കട്ട് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് അനിയൻ തുറന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിനക്കും ഉണ്ടാവില്ല സുഹൃത്തുക്കളൊക്കെ, നീ അവരൊന്നും കട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ അനി ചോദിക്കുന്ന സമയത്ത് എനിക്കുണ്ട് സുഹൃത്തുക്കളൊക്കെ. നമ്മുടെ ഇത് വിവാഹം ഉറപ്പിച്ച് ഇതാക്കിയ ശേഷം ഞാനും അവരുമായിട്ട് കുറച്ച് അകന്ന് തന്നെയാണ് നിൽക്കുന്നത്, നീയും അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കതിന് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ നിൻ്റെ തീരുമാനം മാറ്റിയോന്ന് അനാമിക അനിയനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണം കുറച്ച് നീട്ടി വെക്കണം എന്നൊക്കെയാണല്ലോ നീ പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ നിൻ്റെ അച്ഛനെ കൊണ്ട് മുത്തശ്ശനെ വിളിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ശരിയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. ആ സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ പരിഹരിച്ചാണ് ശീലം, അത് നമ്മുടെ വിവാഹം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയാണ്. അപ്പം എനിക്ക് അത് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നീട് മുത്തശ്ശനുമായിട്ട് അച്ഛൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ ഇങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്കായിരിക്കും, അതെന്തായാലും നടന്നിരിക്കും എന്നൊക്കെ അച്ഛനോട് പറഞ്ഞു എന്ന് പറയാണ്. അപ്പം എനിക്കാണെങ്കിലും അതൊരു സങ്കടമൊക്കെ ഉണ്ട്. പിന്നീട് നൈന ആദർശിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ കാര്യമൊന്നുമല്ല അനിയുടെ കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. എനിക്കിങ്ങനെ വിവാഹത്തിനൊട്ടും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ വിവാഹം പെട്ടെന്ന് നടത്തണോ ഇതിനോട് എനിക്ക് യോജിപ്പില്ല എന്നൊക്കെ നയന പറയാണ്. അപ്പോൾ ആദർശനത് ഇഷ്ടാവുന്നില്ല. അപ്പോൾ ഈ കാര്യത്തിൽ നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടില്ല, എല്ലാവരും പറയുന്നത് ശരി തന്നെയാണ്, നീയും നിന്റെ ചേച്ചിയും ഈ വീട്ടിലേക്ക് കടന്നു വന്ന പോലെ ആയിരിക്കില്ല അനാമിക വരാൻ പോകുന്നത്, കുറച്ച് ആഡംബരത്തോടു കൂടിയൊക്കെ ആയിരിക്കും, അത് നിനക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നയനെ കുത്തി പറയാൻ കേട്ടോ. അപ്പം നയനയ്ക്ക് സങ്കടമാവുന്നുണ്ട്, എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നത്, ഞാൻ പറയുന്നത് വളച്ചൊടിക്കുന്നത്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എപ്പോഴും ഇങ്ങനെ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ചിന്തിക്കാതെ എൻ്റെ വാക്കിനെ കുറച്ച് മാനിച്ചൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതിന് മാനമുള്ളവർ പറയുന്നത് മാനിച്ചാൽ പോരെ, അപ്പം എനിക്ക് നിന്നോട് നല്ല ദേഷ്യമാണ്, അതാണ് ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ചത്, ആ ഫോട്ടോ കീറിയത് നീ കണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ പറയാണ് കേട്ടോ. അപ്പോൾ എനിക്കും ആകെ സങ്കടമാവുന്നുണ്ട്, ഇതിപ്പോൾ എനിക്ക് വീട്ടിൽ നിൽക്കാനും പറ്റുന്നില്ല, പോകാനും പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ പോയി മരിക്കുന്നതാണ് നല്ലതെന്ന് ആദർശ് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ എനിക്കൊരു ഷോക്കാവുന്നുണ്ട്. അപ്പം അല്ലാതെ പിന്നെ ഞാൻ എന്ത് തീരുമാനം ഇതിനൊക്കെ പറയാമെന്ന് വീണ്ടും ആദർശ് ചോദിക്കുകയാണ് കേട്ടോ. അല്ല, പറഞ്ഞത് നല്ല തീരുമാനം തന്നെയാണ്, പക്ഷേ എനിക്ക് അതിനും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അതെൻ്റെ കുറ്റമല്ല എന്ന്. അപ്പം നൈനയും പറയും അതെൻ്റെ കുറ്റമല്ല, ആദർശേട്ടൻ്റെ ഐസിന് ഒന്നും സംഭവിക്കാൻ പോണില്ല ഞാൻ അങ്ങനെ ചെയ്താലും, പക്ഷേ മുത്തശ്ശൻ്റെ ഐസിന് എന്തെങ്കിലും സംഭവിക്കും, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനത്തെ കാരണവന്മാരുള്ള വീട്ടിലേക്ക് പെൺകുട്ടികൾക്ക് കടന്നു വരാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ അവിടെയും എന്തോ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ജാതകത്തിന്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഇതാവേണ്ടി വരുന്നത്, അതിനാരെയും പഴിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ നയന. പിന്നീട് നന്ദുവിനെ കാണിക്കുന്നുണ്ട്. അപ്പം നന്ദു ആണെങ്കിൽ ഇങ്ങനെ ഒരു സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ അതിലിങ്ങനെ തൂങ്ങാനായിട്ട് നിൽക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ കനക പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഓർക്കുന്നത്. നമ്മുടെ രണ്ടാളെ മനസ്സിലെയും തീ എത്രയാണെന്ന് അടുത്തറിഞ്ഞ് കാണുന്നവളാണ് ഇവള്, എന്നിട്ട് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നന്ദു ഓർക്കുന്നത്. പിന്നീട് നന്ദു ആ സാരിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്, മുഖമൊന്നും കാണിക്കുന്നില്ല, കാല് മാത്രമേ കാണിക്കുന്നുള്ളൂ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്